തൃശൂരിൽ 3 വ്യത്യസ്ത വാഹനാപകടങ്ങളിലായി 5 മരണം. കുഴിക്കാട്ടുശ്ശേരിയിൽ കാർ പാറമടയിലേക്ക് മറിഞ്ഞ 3 യുവാക്കൾ മരിച്ചു. കുഴിക്കാട്ടുശ്ശേരി സ്വദേശികളായ ജോർജ്, ടിറ്റോ, ശ്യാം എന്നിവരാണ് മരിച്ചത്. ആളൂരിന് സമീപം സിമന്റ് ലോറി മറിഞ്ഞ് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. വാടാനപ്പള്ളിയിൽ ലോറി ഇടിച്ച് മറ്റൊരു സ്കൂട്ടർ യാത്രികനും മരിച്ചു. വിവരങ്ങളുമായി തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, ഏറെ സങ്കടകരമായൊരു ദിവസമാണല്ലോ തൃശൂരിനെ സംബന്ധിച്ച്. വിവിധ വാഹനാപകടങ്ങൾ, 5 മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഓരോ അപകടങ്ങളും ഉണ്ടായത്? മനു, രാവിലെ തന്നെ കേട്ടത് ഈ മരണ വാർത്തകളാണ്. തൃശ്ശൂരിൽ നിന്നും കുഴിക്കാട്ടുശ്ശേരിയിലാണ് ആദ്യ അപകടമുണ്ടായത്. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി ഉണ്ടായ അപകടങ്ങളിലാണ് ഈ 5 ജീവനുകൾ പൊലിഞ്ഞത്. കുഴിക്കാട്ടുശ്ശേരിയിൽ ഇന്നലെ രാത്രി ഒരു 11 മണിയോടുകൂടിയാണ് കാർ പാറമടയിലേക്ക് മറിഞ്ഞ് 3 യുവാക്കളുടെ മരണമുണ്ടാകുന്നത്. റോഡരികിലുള്ള കൊമ്പടിഞ്ഞാമക്കൾ സ്വദേശികളായ ജോർജ്, ശ്യാം, ടിറ്റോ എന്നിവരാണ് മരിച്ചത്. 11 മണിയോടുകൂടി വരദനാട് ക്ഷേത്രത്തിന്, കുഴിക്കാട്ടുശ്ശേരിക്ക് അടുത്ത് തന്നെ വരദനാട് ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു 40 അടിയോളം റോഡരികിൽ നിന്നും 40 അടിയോളം താഴ്ചയിലുള്ള പാറമടയിലേക്കാണ്, വെള്ളം നിറഞ്ഞു കിടന്ന പാറമടയിലേക്കാണ് കാർ വീണത്. ഇവർ 3 പേരും കൂടി സുഹൃത്തുക്കളാണ്. 3 പേരും കുഴിക്കാട്ടുശ്ശേരിയും സമീപത്തുമായിട്ടുള്ള താമസക്കാരാണ്. ഇവർ 3 പേരും മാളയിലേക്ക് ഒരുമിച്ച് കാറിൽ പോയി മടങ്ങി വരുന്നതിനിടയിലായിരുന്നു ഈ അപകടം. കാർ നിയന്ത്രണം വിട്ട ഇതിന് ഒരു ആൾമറ പോലെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. റോഡിൽ നിന്നും ഒരു ചെറിയൊരു മതിൽ പോലെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അത് തകർത്താണ് ഈ കാർ പാറമടയ്ക്കുള്ളിലേക്ക് വീണത്. വീണ ഉടൻ തന്നെ കാർ വെള്ളത്തിൽ താഴ്ന്നു പോവുകയും ചെയ്തു. വെള്ളം നിറഞ്ഞു കിടന്ന പാറമടയാണ്. ഈ സംഭവം പുറത്തറിയുന്നത്, ഈ കാർ ഈ പാറമടയിലേക്ക് മറിയുന്നത് എതിരെ വന്ന ബൈക്ക് യാത്രികൻ കാണുകയും ഇയാൾ ഉടൻ തന്നെ പോലീസിൽ അറിയിക്കുകയുമായിരുന്നു. കുഴിക്കാട്ടുശ്ശേരി മൂത്തേടത്ത് വീട്ടിൽ ഗോവിന്ദന്റെ മകൻ ശ്യാം, പുത്തൻചിറ ഈസ്റ്റ് താക്കോൽക്കാരൻ വീട്ടിൽ ടിറ്റോ, കൊമ്പടിഞ്ഞാമക്കൽ കുഴിക്കാട്ടുശ്ശേരിക്ക് സമീപമുള്ള സ്ഥലം തന്നെയാണിതും. കൊമ്പടിഞ്ഞാമക്കൽ പൊന്നോലിപ്പറമ്പിൽ വീട്ടിൽ ജോർജ്, ഈ 3 പേരാണ് മരിച്ചത്. 3 പേര് സുഹൃത്തുക്കളാണ്. മറ്റൊന്ന്, ഇവിടെ നിന്ന് അധികം അകലെ അല്ലാതെ ഈ അപകടത്തിൽ നമ്മുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ബൈക്ക് യാത്രികാരൻ പോലീസിനെ അറിയിച്ച് പോലീസ് ഉടനെ എത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. വെള്ളം നിറഞ്ഞു കിടന്ന പാറമടയായതുകൊണ്ട് തന്നെ കാർ മുങ്ങി താഴ്ന്നിരുന്നു. പിന്നീട് ഫയർഫോഴ്സിനെ വിളിച്ചു. ഫയർഫോഴ്സിന്റെ സ്കൂബ ഡൈവേഴ്സ് എത്തിയാണ് മുങ്ങി ഈ കാർ കണ്ടെത്തിയത്. 3 പേരും കാറിനുള്ളിൽ തന്നെ വെച്ച് മരിച്ചിരുന്നു. മൃതദേഹങ്ങൾ കാറിനുള്ളിലാണ് കണ്ടെത്തിയത്. മറ്റൊരു അപകടം ഉണ്ടാകുന്നത് ആളൂരിൽ നിന്നും മാള റോഡിലാണ്. ആളൂർ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പാറമടയിൽ സംഭവം ഉണ്ടായതിൽ ഒരു 15-20 മിനിറ്റിനുള്ളിൽ യാത്ര ചെയ്താവുന്ന ഒരു സ്ഥലമാണ്. ഈ സംഭവം ഉണ്ടാകുന്നത് സിമന്റ് കയറ്റി വന്ന ലോറി മറിഞ്ഞായിരുന്നു. സിമന്റ് ലോറി മറിയുന്നതിനിടെ സ്കൂട്ടർ യാത്രികനായ രാജേഷ്, ഇദ്ദേഹം കൊടകര മറ്റത്തൂർകുന്ന് സ്വദേശിയാണ്, 48 വയസ്സാണ്. ഇദ്ദേഹം ഈ സ്കൂട്ടറിൽ യാത്ര ചെയ്യവേ സ്കൂട്ടറും ഇയാളും ഈ മറിഞ്ഞ ലോറിക്കടിയിൽ പെടുകയായിരുന്നു. ക്രെയിൻ ഉപയോഗിച്ച് ലോറി ഉയർത്തിയതിനു ശേഷമാണ് ഇദ്ദേഹത്തെ പുറത്തെടുത്തത്. മറ്റൊരു അപകടം ഉണ്ടാകുന്നത് വാടാനപ്പള്ളിയിലാണ്. വാടാനപ്പള്ളി ജംഗ്ഷന് അല്പം തെക്കുഭാഗത്തായിട്ടായിരുന്നു അപകടം ഉണ്ടായത്. ദേശീയപാതയിൽ പാചകവാതക സിലിണ്ടർ കയറ്റി പോയിരുന്ന ലോറി സ്കൂട്ടറിൽ ഇടിച്ചായിരുന്നു അപകടം. ചിലങ്ക ബീച്ചിൽ താമസിക്കുന്ന ജ്യോതി പ്രകാശിന്റെ ആളാണ് മരിച്ചത്. ഇദ്ദേഹത്തെ ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. അങ്ങനെ 5 മരണങ്ങളാണ് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി തൃശ്ശൂരിൽ 3 ഇടങ്ങളിലായി സംഭവിച്ചത്. ശരി, തിയോഫിനാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.